ഹായ് ഫ്രണ്ട്സ്, ബൈറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത്. ഇവൻ ആളിത്തിരി പഴയതാണ്, എന്നാലും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒട്ടും പിറകോട്ടല്ല. കാനോൺ പവർഷോട്ട് SX740HS ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് തുറന്നു നോക്കാം. ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്നുള്ളതിൽ കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ ക്യാമറ, പിന്നെ ഒരു റിസ്റ്റ് സ്ട്രാപ്പ്, ബാറ്ററി പാക്ക് ആൻഡ് ബാറ്ററി ചാർജറാണ് വരുന്നത്. നമുക്കിവനെ തുറന്നു നോക്കാം. ഓൾറെഡി ഒരു അൺബോക്സിംഗ് ഒക്കെ ചെയ്തതാണ്. അവിടെ നിന്ന് തുറന്ന് നോക്കിയിട്ട് നോക്കുമല്ലോ നമ്മൾ വാങ്ങിക്കുമ്പം. ഇതിൻ്റെ ഇമേജ് കാനോണിൻ്റെ ആപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കാനോണിൻ്റെ വാറൻറ്റി കാർഡ്, പിന്നെ യൂസർ മാനുവൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ ഞാൻ കാണിക്കാം. പിന്നെ നമുക്ക് വേറെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ആദ്യം ഇതാണ് ബാറ്ററി ആൻഡ് ഇത് നമ്മുടെ റിസ്റ്റ് സ്ട്രാപ്പ്, നമുക്ക് കയ്യിലിട്ട് ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ. പിന്നെ ഇതിൻ്റെ ചാർജിങ് യൂണിറ്റ് ആണ്, ചാർജിങ് കേബിളും ചാർജിങ് ബേസും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്യാമറേൻ്റെ കൂടെ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. നമ്മുടെ ക്യാമറയിലെ ടോപ്പ് പാർട്ടിൽ ഫസ്റ്റ് നമുക്കിവിടെ ഓൺ ആൻഡ് ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൂം കൺട്രോളിങ് ട്രിഗർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മോഡ്സ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്പീക്കറും മൈക്രോഫോണും തന്നിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഫ്ലാഷ് കൊടുത്തിരിക്കുന്നത്. നല്ല ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കറക്റ്റാണ്, ഈ ഒരു കയ്യിൽ പിടിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള പൊസിഷനിലാണ്. ജസ്റ്റ് ഒരു ടാപ്പിൽ നമുക്ക് ഫ്ലാഷ് ഓൺ ആയി കിട്ടും. നമ്മുടെ ക്യാമറയിലെ റൈറ്റ് സൈഡിൽ സൈഡ് പോർഷനിലായിട്ട് ഒരു HDMI പോർട്ടും മൈക്രോ USB പോർട്ടും കൊടുത്തിട്ടുണ്ട് ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെയാണ് നമ്മൾ ഹാൻഡ് സ്ട്രാപ്പ് കണക്ട് ചെയ്യുന്നത്. ക്യാമറേൻ്റെ ഡിസ്പ്ലേ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഫംഗ്ഷൻ കൺട്രോൾ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മെനു, പ്ലേ, വൈഫൈ, ഡെലീറ്റ്, ഈ ബട്ടൺസ് ഒക്കെ ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 3-inch ഫ്ലിപ്പ് സ്ക്രീൻ. ഇത് ആക്ച്വലി 180 ഡിഗ്രി റൊട്ടേറ്റബിൾ ആണ്. ഈ ഒരു സംഭവം ടച്ചും കൂടി ആയിരുന്നെങ്കിൽ സംഭവം കളറായാണ്. പക്ഷേ ഈ ഒരു ബഡ്ജറ്റിൽ അത് ചിലപ്പോൾ നമ്മുടെ അത്യാഗ്രഹമായി പോകും. നമ്മുടെ ക്യാമറയുടെ ബോട്ടം പാർട്ടിലാണ് ട്രൈപോഡ് കണക്റ്റിംഗ് ഏരിയയും പിന്നെ ബാറ്ററിയും SD കാർഡ് സ്ലോട്ടും കൊടുത്തേക്കുന്നത്. ഞാൻ SD കാർഡ് ഇട്ടിട്ടില്ല. പിന്നെ ഇവിടെ എനിക്ക് ഫീൽ ചെയ്തൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവ ട്രൈപോഡിലൊക്കെ കണക്ട് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബാറ്ററിയോ അല്ലെങ്കിൽ SD കാർഡോ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മളിത് ട്രൈപോഡിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അത്ര അടുത്താണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതൊരു ഡ്രോബാക്ക് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ക്യാമറേൻ്റെ ഫ്രണ്ട് പോർഷനിൽ വന്നിട്ട് ഇവിടെ കാനോണിൻ്റെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്യാമറേൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ആയതുകൊണ്ടായിരിക്കാം 40x ഒപ്റ്റിക്കൽ സൂമിൻ്റെ കാര്യം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ സ്വിച്ച് ഓൺ ചെയ്ത് കാണിച്ചല്ലോ, ലെൻസിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ക്യാമറേൻ്റെ വീഡിയോ ക്വാളിറ്റി ഒക്കെ നമ്മൾ നോക്കി. ഇനി ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ട കാര്യം 40x ഒപ്റ്റിക്കൽ സൂം തന്നെയാണ്. കാരണം ഇത് ഡിജിറ്റൽ സൂം അല്ല, ഒപ്റ്റിക്കൽ സൂമാണ്. പിന്നെ ഒരു 20.3 മെഗാപിക്സലിൻ്റെ ക്യാമറയിൽ നമുക്ക് 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാം 30 ഫ്രെയിം പെർ സെക്കൻഡിൽ. പിന്നെ ഇതിൻ്റെ 5 ആക്സിസ് സ്റ്റെബിലൈസേഷനും ഒരു എടുത്തു പറയേണ്ട ഫീച്ചർ തന്നെയാണ്. ഇനി നമുക്ക് ഈ ക്യാമറയുടെ സൂം ക്വാളിറ്റി ചെക്ക് ചെയ്യാനും പിന്നെ വീഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ടുള്ള 2 സ്റ്റിൽസും ഒരു വീഡിയോ ഒക്കെ കാണാം. നമ്മൾ ഈ ഒരു ക്യാമറയുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 24,000 ഇത് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രെഡിബിൾ സൂമിംഗ് ഫീച്ചർ. 40x ഒപ്റ്റിക്കൽ സൂമിന് ഈ ഒരു കോമ്പാക്ട് സൈസിൽ നമുക്ക് ക്യാമറ കിട്ടുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. നോർമലി ഈ 40x ഒപ്റ്റിക്കൽ സൂമൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ബിഗ് സൈസ് ആയിരിക്കും. ഇത് നമുക്ക് ഈസിലി കോമ്പാക്റ്റബിൾ ആയിട്ട് നമുക്ക് പോക്കറ്റിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ്. ദിസ് ക്യാമറ ഈസ് റിയലി ഗ്രേറ്റ് ഫോർ ഫോട്ടോഗ്രാഫി. നമ്മൾ ഇതിൻ്റെ മാനുവൽ മോഡിൽ ഫുൾ പൊട്ടൻഷ്യലും യൂസ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് റിയലി ക്രിയേറ്റീവ് ആൻഡ് അമേസിംഗ് ഫോട്ടോസ്. പക്ഷേ വീഡിയോ ക്ലാരിറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് അത്രയ്ക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ദ സ്റ്റെബിലൈസേഷൻ ഈസ് റിയലി ഗുഡ്. സോ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഫോട്ടോഗ്രാഫി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ക്യാമറ തന്നെയാണ് കാനോൺ SX740HS. ആൻഡ് ബൈറ്റ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് us. This is Subi signing off from Bytes. Bye bye.